Hello guys, it's MGYT here. So guys, അപ്പം നമ്മൾ പുതിയൊരു സീരീസ് മൈൻക്രാഫ്റ്റ് വിത്ത് ആക്ഷൻ ആൻഡ് സ്റ്റെപ്സ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഫസ്റ്റ് എപ്പിസോഡ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്പോൺ ആയത് ഏകദേശം ഇവിടെ തന്നെയാണ് ഗൈസ്. സോ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വുഡ് കാണുന്നുണ്ട് ഗൈസ്. സോ നമുക്ക് വുഡ് കിട്ടും. ഇവിടെ ഒരു ഷീപ്പിനൊന്ന് കണ്ടു കിട്ടാൻ ഗൈസ്. സോ ഹങ്കർ ബാർ ഫസ്റ്റ് വുഡ് നമുക്ക് മാറ്റി വെക്കാം ഗൈസ്, അതാണ് നല്ലത്. സോ ഇത് മാറാതെ നിൽക്കാൻ നമുക്ക് വുഡ് കട്ടും കൂടി എടുത്തതിൻ്റെ മുകളിലൊക്കെ. സോ ഇനി ബാക്കിയുള്ള വുഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് മൈൻക്രാഫ്റ്റിൻ്റെ ബേസിക്സിൽ തുടങ്ങണം. സോ അപ്പം ഹങ്കർ ബാർഗം തീരെ ഗൈസ് ഞാൻ കുറച്ച് നേരം വേൾഡ് ലോഡാക്കി ഇട്ടിരുന്നു ഗൈസ്, അതിനോടാണ്. സോ നല്ലൊരു വേൾഡ് കിട്ടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ലോഡാക്കിയത്. അപ്പോൾ ഏകദേശം ഒരു നല്ല വേൾഡ് കിട്ടിയപ്പോൾ അവിടെ വെച്ചതാണ് ഗൈസ്. പിന്നെ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് സമയം നേരം വൈകിപ്പോയി, അതിനോടുള്ള ഇതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് പംകിനൊക്കെ കാണുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ടാവേണ്ടതാണ് എന്നാണ്. സോ നമുക്ക് ഇനി ഷീപ്പിനെ കിട്ടണം ഗൈസ്. ഷീപ്പിനെ കിട്ടി ഇനി ഒരു പണി നടക്കൂല. സോ നമ്മൾ അപ്പുറത്തെ ഐലൻഡിലാണ് വീട് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. സോ വുഡ് കിട്ടി. ആ കാണുന്ന ഐലൻഡിലാണ് വീട് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. നല്ലൊരു പ്ലെയിൻ ഐലൻഡ് മാതിരി ഉണ്ട്. സോ അപ്പം നമുക്ക് അവിടെ പോയിട്ട് മൈനിങ് സ്റ്റാർട്ട് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് മൈനിങ് ചെയ്യാം. ഏകദേശം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബേസൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സ്പേസ് അടുത്ത എപ്പിസോഡിലായിരിക്കും മിക്കവാറും ഉണ്ടാക്കുക. സോ നമുക്ക് ഇവിടെ ബെഡ് കിട്ടണം, ബെഡ് ഒപ്പിക്കണം നൈറ്റ് സ്കിപ്പ് ആകാൻ. സോ അതിന് നമുക്കിത് കാണണം, ഇത് നമ്മുടെ വുഡല്ല ഷീപ്പിനെ കാണണം. സോ ഗൈസ് അവിടെ നമ്മൾ കുറച്ചും കൊണ്ട് വന്നിട്ടുള്ളൂ ഗൈസ്. 2 ഷീപ്പിനെ കിട്ടിയിരിക്കണം. സോ നമുക്ക് നേരെ കൊല്ല് ഒരു വുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊന്നാൽ മതിയിരുന്നു, വേഗം കഴിയണം. സോ പോലെ പോലെ എനിക്ക് ഇനി ഒന്നിനും കൂടി വേണം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഒന്നും കൂടി. സോ ഗൈസ് അപ്പം നമുക്ക് ഫസ്റ്റ് വുഡ് കുറേ കിട്ടി. സോ നമുക്ക് ഫുള്ള് വുഡ് തന്നെ ആയിക്കളാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ വെക്കാം. സോ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല വ്യത്യാസമുണ്ട്. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. സോ നമുക്ക് ഇനി ഒരു വുഡൻ പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. സോ വുഡൻ പിക്കാക്സിൻ്റെ കോലൊക്കെ നോക്കും. ബട്ട് എൻ്റെ കൈമിൽ വെക്കുമ്പോൾ മാറിക്കണം, എനിക്ക് മനസ്സിലാവില്ല ഗൈസ്. ഒരു ബെഡ് കൂടി ഉണ്ടാക്കണം ഗൈസ്, നൈറ്റ് ആവുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നൈറ്റ് ഇവിടെ തന്നെ സ്കിപ്പ് ആവും തോന്നുന്നു ഗൈസ്, നല്ല നൈറ്റ് ആയിരിക്കും. സോ ഇതുവരെ ഫുഡ് കിട്ടി ഗൈസ്. ബെഡിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. സോ അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ഗൈസ്. അങ്ങനെ ഡേയ്സ് പെയ്ഡ് 1 ആയിരിക്കുന്നത്. സോ നമുക്ക് ഇനി ഇങ്ങോട്ട് വൈൻ ചെയ്യാം ഗൈസ്, അതായിരിക്കും നല്ലത്. സോ കാരണം അവിടെ വാട്ടറാണ്. സോ അപ്പോൾ ഞാൻ കുറച്ച് അയ്യണൊക്കെ ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് സ്റ്റോണിൽ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ടിങ്ങിൽ വെച്ച് സ്റ്റോപ്പ് ആക്കേണ്ടി വരും. കഴിയുന്ന അത്രയും ഞാൻ അയണ് കിട്ടുമോ നോക്കട്ടെ ഗൈസ്. കുറച്ചൊന്ന് മൈനിങ് ചെയ്യട്ടെ, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ ഇത് നല്ല താഴത്തേക്കൊന്നും വരെ പോകാൻ കഴിയില്ല, നമുക്ക് സ്റ്റോൺ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ടോർച്ചൊന്നും കൈമേൽ ഇല്ലാത്തതാണ്. സോ നമുക്ക് ഇപ്പോൾ തൽക്കാലം അടുത്ത എപ്പിസോഡിലൊക്കെ നമ്മൾ കുറേ അയണ് മൈൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ സോ ഞാൻ കുറച്ച് മൈൻ ചെയ്യട്ടെ. സോ ഗൈസ് കോള് കിട്ടട്ടെ വന്നിട്ടുള്ളൂ. ഇവിടെ തന്നെ ഒരു കോള് കിട്ടി, ഒന്നോളോ. അല്ല 100 ഗൈസ്, 100 ആണോ? നമുക്ക് സ്റ്റോൺ പിക്കാക്സ് എടുക്കണം ഗൈസ്. ഞാൻ വുഡൻ പിക്കാക്സിലാണ് ഇപ്പം കളിച്ചോണ്ട് നിൽക്കുന്നത്. സോ നമുക്ക് ഹങ്കറും ഇല്ല. സോ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ടൂൾസിനുള്ള സ്റ്റോൺ അയക്കണം തോന്നുന്നുണ്ട്. സോ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് മതി. നമുക്ക് ബേസിക് ഒന്ന് സെറ്റപ്പ് ആക്കാനല്ലേ ഉള്ളൂ. സോ ഫസ്റ്റ് ഒരു സ്റ്റോൺ സോഡ്, തന്നെ ഒരു ആക്സ്, തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. ബട്ട് വുഡ് സ്റ്റിക്കില്ലാന്ന് തോന്നുന്നുണ്ട്. സ്റ്റിക്കല്ലത് സ്റ്റിക്ക് കുറച്ചുണ്ടാക്കാം. സോ നമുക്ക് ഇനി ഒരു പിക്കാക്സ് മതി. ഷവല് വേണോ വൃത്തിയാക്കാണ്ടെങ്കിൽ നമുക്ക് ഇൻവെൻ്ററി ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. സോ നമുക്ക് ഫുഡ് ഇപ്പോൾ വേണം, ഫുഡ് കുറവാണ്. സോ സ്റ്റോൺ ആക്സിന് ഇങ്ങോട്ട് വാ.
സോ ആക്സ് പിക്കാക്സ് സോ സാപ്ലിങ്സ് കിട്ടിക്കണം. സോ അത് ബ്രിഞ്ച് നമുക്ക് ഇവിടെ ഉണ്ട് ഗൈസ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നെടുക്കാം. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ അവിടെ തൊട്ടടുത്താണ്. സോ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. സോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളിതാ ഈ ഐലൻഡ് തന്നെയാണ് പറഞ്ഞത്. സോ ഈ ഐലൻഡ് ഗൈസ്, ഈ ഐലൻഡ് ട്രൈഡൻ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ വരുന്നു. സോ നമുക്ക് നേരെ ഇനി ഇവിടുന്ന് ഷുഗർ കെയിൻ 3 ഷുഗർ കെയിൻ കിട്ടി. സോ എനിവേ ഇവിടെയാണ് നമ്മുടെ ബേസ് പ്ലാൻ ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇവിടെ കുറച്ച് ക്ലിയർ അപ്പ് ആക്കിയിട്ട് വലിയൊരു മെഗാ ബേസിന് സ്റ്റാർട്ടപ്പിൽ ചെറിയ ഹൗസാണ് ഞാൻ ഏകദേശം ഇവിടെ ആയിട്ടാണ് ചെറിയ ഹൗസ് ഉണ്ടാക്കുന്നത്. സോ അപ്പം നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ താൽക്കാലികമായിട്ട് വുഡൊന്നും ഇല്ല, മെഗാ ബേസാണ് അങ്ങോട്ട് വരുന്നത്. വരുന്ന എപ്പിസോഡിലൊക്കെ മെഗാ ബേസിനായിട്ട് ഞാൻ സ്റ്റാർട്ടപ്പ് ആക്കുന്നതായിരിക്കും. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഏകദേശം നാളാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ബേസൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കുക ഗൈസ്. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ മെയിൻ ബേസ് തന്നെ ആക്കി അങ്ങോട്ട് പണി തുടങ്ങി ഇട്ടേക്കാം. സോ അധികം ഒരു ബെഡ് മേലെ കിടക്കാനല്ലേ ഉള്ളൂ. സോ നമുക്ക് ചെസ്റ്റ് ഉണ്ടായിരിക്കണം. സോ നമുക്ക് സാപ്ലിങ്സ് ഒക്കെ ആവശ്യമുണ്ട് ഗൈസ്, കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട്. സോ അതിനോണ്ട് വുഡിൻ്റെ സാപ്ലിങ്സ് ഇവിടെ കുറവാണ്. സോ നമുക്ക് ഇവിടെ നട്ടച്ചേക്കാം. അല്ല നാളത്തേക്ക് നമുക്ക് സാപ്ലിങ്സ് അല്ല വുഡ് കിട്ടുള്ളൂ ഗൈസ്. ഇവിടെ ഏകദേശം ക്ലിയർ അപ്പ് ആക്കേണ്ടി വരും. സോ ഏകദേശം ഇവിടെ മതി, നമുക്ക് ഈ ഇതിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരി ചെയ്ത് നിൽക്കുന്ന മാതിരി ചെയ്യായി. സോ അപ്പം നമുക്ക് ഏകദേശം കുറച്ചധികം ബ്ലോക്സ് വേണ്ടി വരും. നമ്മൾ ഏകദേശം ഇവിടെയാണ് സെറ്റപ്പ് ആക്കുന്നത്. സോ നമ്മുടെ ബെഡ് ഇവിടെ ഉണ്ട്. സോ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇനി ബാക്കി പണിക്കിനും ഡേർട്ടും ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് ഡേർട്ടും ടോർച്ചിനും നമുക്ക് കോളും കിട്ടിക്കണം. അപ്പോൾ ഒന്ന് മൈനിങ്ങിനും പോകണം. അയൺ കിട്ടുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് അയൺ ആർമറൊക്കെ ആവാൻ കഴിയും. സോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.